എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാവുന്ന പലഹാരമാണ് മുട്ടപ്പത്തിരി. പത്തിരി തയ്യാറാക്കുന്നതിനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 8-10 ചെറിയ ഉള്ളി എന്നിവ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഈ അരപ്പ് ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് വെള്ളമാണ്. നന്നായി വെട്ടിത്തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം. 1 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളതെങ്കിലും മാവ് നനച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഈ മാവ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായ പച്ചമുളക് 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത് എന്നിവ ഇവയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം ഒന്ന് വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. വഴന്നു വന്ന സവാളയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം പൊടികൾ നന്നായി വഴറ്റിയെടുക്കാനായിട്ട്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഈ മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 മുട്ടയാണ്. ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ടയും നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ മസാലയുമായി ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് മസാല കിട്ടേണ്ടത്. നേരത്തെ ചൂടുവെള്ളത്തിൽ വാട്ടിയ മാവ് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചെറു ചൂടോടെ മാവ് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആവുന്ന വരെയാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. കുഴച്ചെടുത്ത മാവിൽ നിന്നും പകുതി മാവെടുത്ത് ഇതുപോലെ വാഴയിലേക്ക് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ടുള്ള മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം മറ്റൊരു വാഴയിലയിൽ ബാക്കിയുള്ള മാവ് ഇതുപോലെയൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ടുള്ള മാവ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയുടെ പുറത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള പത്തിരി ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ആവിയിൽ ഇത് വെന്ത് കിട്ടുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന മുട്ടപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.